1947 ഓഗസ്റ്റ് 15. സമയം രാത്രി 12 മണി. 200 വർഷത്തെ അടിമത്ത ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷുകാർ നമ്മളെ വിട്ട് കപ്പൽ കയറിപ്പോയ ആ ദിവസം. അതിൻ്റെ 78ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മൾ അതിൻ്റെ ഒരു ഓർമ്മ ദിവസം എന്നോണം ഒരു റൈഡ് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. യാത്ര മാത്രമല്ല, നമുക്ക് ചരിത്രത്തിലോട്ടൊരു പിന്നോക്കം കൂടെയാണ് ഈ യാത്ര. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ചരിത്രപ്രധാനമായ സംഭവങ്ങളും എല്ലാം പറയുന്നൊരു വീഡിയോ ആണ്. അപ്പം ഒട്ടും താമസിക്കാതെ നമുക്ക് അതിലേക്ക് പോകാം. സോ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇറ്റ്സ് മീ ഡോണ്ടലെസ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഗിയർ മെഷീൻസിൻ്റെ കൂടെയാണ്, നമ്മുടെ ഫാമിലി. അപ്പം ഇൻഡിപെൻഡൻസ് ഡേ, അതായത് സ്വാതന്ത്ര്യദിനമായിട്ട് ഒരു ബൈക്ക് റാലി വയ്ക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം ഒരു ബീച്ച് സൈഡ് നമ്മൾ നോക്കി. അപ്പം നമ്മുടെ തിരുവനന്തപുരം സൈഡൊക്കെ ഫുള്ളായിരുന്നു. പല ടീമുകളുടെയും ബൈക്ക് റാലി അവിടെ ആയതുകൊണ്ട് നമ്മൾ തമിഴ്നാട് കന്യാകുമാരി, അതായത് എന്തുകൊണ്ടും പറ്റിയ സ്ഥലമാണെന്ന് തോന്നി. നമ്മുടെ സൗത്തിലെ അറ്റമാണല്ലോ കന്യാകുമാരി. അപ്പം അവിടെ നല്ല ബ്രിട്ടീഷുകാർ കപ്പൽ കയറിയതെങ്കിലും നമുക്ക് ഓർക്കാൻ പറ്റിയൊരു സ്ഥലമായതുകൊണ്ട് ബീച്ച് സൈഡ് നമ്മൾ നോക്കിയതുകൊണ്ടും കന്യാകുമാരിയിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഏകദേശം 200 വർഷത്തെ പോരാട്ടങ്ങളും സങ്കടങ്ങളും ഒരുപാട് സങ്കട സംഭവങ്ങളും ഒരുപാട് പേരുടെ ചോരയും നീരും പോരാട്ടങ്ങളും കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാടാണ്. അപ്പം അതിനുശേഷം നമ്മൾ സ്വതന്ത്രമായെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം സാമ്പത്തികമായി നമ്മളെല്ലാം താഴെയായിരുന്നു. എന്നാലും നമ്മുടെ അപ്പോഴുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വിഷൻ കൊണ്ട് നമ്മളെല്ലാം കയറി വന്നു ഒരു 10 വർഷം കൊണ്ട്. അതിനിടയ്ക്ക് 2 യുദ്ധം ഉണ്ടായി. നിങ്ങൾക്കറിയാം, പാകിസ്ഥാനും നമ്മളും തമ്മിൽ 2 യുദ്ധം ഉണ്ടായി. എന്നിട്ടും നമ്മൾ ആദ്യത്തെ യുദ്ധത്തിൽ തോറ്റുവെങ്കിലും നമ്മൾ രണ്ടാമത് കയറി വന്നു. ഡിഫൻസിലും എല്ലാം ഇന്ന് ഇന്ത്യ ഏറെ നിലയ്ക്ക് എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ മതപരമായും രാഷ്ട്രീയപരമായും നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പലർക്കും ഉണ്ടെങ്കിലും മറ്റു രാജ്യക്കാർക്ക് ഇന്ന് ഇന്ത്യയെക്കുറിച്ച് 100 നാവാണ്. പലർക്കും നമ്മുടെ എക്കോണമിയും നമ്മുടെ പ്രകൃതിയും എല്ലാം നമ്മുടെ പല കാര്യങ്ങളും അവർ പുകഴ്ത്തി പറയാറുണ്ട്. പല സെലിബ്രിറ്റീസും ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ എക്കോണമിയെക്കുറിച്ചും ഒക്കെ. ഇപ്പം അതായത് നമ്മുടെ എക്കോണമിനെ അടുത്തൊരു 10-30 വർഷത്തിനിടയിൽ വലിയ ഗ്രോത്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഏകദേശം അമേരിക്കയുടെ കൂടെയും ജപ്പാൻ്റെ കൂടെയൊക്കെ എത്താൻ പോവുകയാണ്. അപ്പം അതിനൊക്കെ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത നാടില്ലല്ലോ. എല്ലാ നാട്ടിലും അത് അഭിപ്രായ വ്യത്യാസം എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്ത്യ ഇന്ന് വലിയ മുന്നേറ്റത്തിലാണ്, വലിയ ഗ്രോത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊക്കെ സഹായിച്ച ഒരുപാട് പേര് ഉണ്ട്. ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ സഹായിച്ച മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പേരാണ്, ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഒരു വീഡിയോയിലും പറഞ്ഞ് തീരാത്ത അത്രയും പേര്. പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു എല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തന്നെ ആ സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടും ഇന്ത്യ എന്നീ നിലയിലെത്തിക്കാൻ സഹായിച്ച കുറേ പേരുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം. എന്തൊക്കെ പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സത്യമാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിന് മുമ്പിൽ വലിയൊരു മാർജിനായിട്ട് നിൽക്കുകയാണ്. അപ്പം അതൊക്കെ ഓർത്തുകൊണ്ട് 78ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുമാണ് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ 2 സൈഡും ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ 2 സൈഡും നല്ല വ്യൂ ഒക്കെ കടന്നുപോയി. അതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കന്യാകുമാരിയിൽ ഇനിയും വരുമ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇന്ന് സ്വാതന്ത്ര്യ ദിനമല്ലേ, അപ്പം അതല്ലേ പറയണ്ടേ. എന്നാലും നിങ്ങൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചോളുക. നമുക്ക് ഞാൻ പണ്ടത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാട് ഒരു അത്ഭുതമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അടിപൊളി കാഴ്ചകളാണ്. അത് നമ്മുടെ കേരളത്തേക്കാൾ ഭൂവിസ്തൃതി ഉള്ളതുകൊണ്ടായിരിക്കും. കേരളത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആ ഒരു ഭംഗിയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഒരു സെലക്റ്റഡ് റീജിയൻസ്, ഇപ്പം മൂന്നാർ, ഇടുക്കി ആ സൈഡ്, പിന്നെ പത്തനംതിട്ട, അങ്ങനെ ഓരോ നാട്ടിലും ഓരോ സെലക്റ്റഡ് റീജിയൻ. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പൊന്മുടി, അങ്ങനെയൊക്കെ സെലക്റ്റഡ് റീജിയൻസിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏത് സൈഡിലോട്ട് പോയാലും
നല്ല ഭംഗിയുള്ള കൃഷിയിടവും ഇതുപോലത്തെ സൈഡിൽ കാണുന്ന തോടും തെങ്ങും തോപ്പും വയലും മലകളും ഒക്കെ ആയിരിക്കും. അത് ഭൂവിസ്തൃതി തമിഴ്നാടിന് കൂടുതലാണ്, അതുകൊണ്ടായിരിക്കും അത്ര ടൗൺഷിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോപ്പുലേഷൻ അത്ര നമ്മുടെ ഇല്ലാത്തതുകൊണ്ട്, സെറ്റിൽമെൻ്റ് ഒന്നും അത്ര ഇല്ലാത്തതുകൊണ്ടും ആയിരിക്കും ഈ പ്രകൃതി ഭംഗി ഇവർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നത്. ഇപ്പോൾ സൈഡിലൊരു കായൽ പോലത്തെ ഇതുണ്ട്, ഇപ്പുറത്ത് വയൽ. അപ്പം ബാക്കിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും പിടിച്ച് ഇതൊരു ഇൻഡിപെൻഡൻസ് ഡേ റാലി പോലെ നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. നമുക്ക് കന്യാകുമാരി പോയി സൺസെറ്റ് വ്യൂ പോയിന്റിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാമെന്നുള്ള ഇതാണ്. പിന്നെ കന്യാകുമാരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ സദേൺ മോസ്റ്റ് ടിപ്പാണ് ഇന്ത്യയിൽ. അതുപോലെ സദേൺ മോസ്റ്റ് ലാൻഡ്, മെയിൻ ലാൻഡ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. കന്യാകുമാരിയുടെ അർത്ഥം ഇംഗ്ലീഷിൽ വിർജിൻ പ്രിൻസസ് എന്നാണ്, കന്യകയായ രാജകുമാരി, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഏകദേശം 90 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് നിന്ന്. നാഗർകോവിലിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഏകദേശം എത്താറായതോ അങ്ങ് അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ കന്യാകുമാരി ബീച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു തീർത്ഥാടന ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ്. അതുപോലെ ഇവിടുത്തെ സൺറൈസ് പോയിൻ്റൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ, കന്യാകുമാരിയിൽ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും കാണാൻ ഒരുപാട് പേര് വരാറുണ്ട്. അതുപോലെ നമ്മുടെ 133 അടി ഉയരത്തിലുള്ള നമ്മുടെ തിരുവള്ളൂർ സ്റ്റാച്യുവും വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും കാണാൻ, ബോട്ടിംഗ് ഒക്കെ നടത്താനും ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പിന്നെ ഈ കന്യാകുമാരി എന്ന് പറയുന്നത് സംഘം പീരീഡ് തൊട്ടേ ഉള്ളൊരു സ്ഥലമാണ്, ടൗണായിട്ട് തന്നെ രൂപപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഉത്ഭവിച്ചിരിക്കുന്നത് കന്യാകുമാരിയിലെ ഒരു ദൈവത്തിൻ്റെ പേരിലാണ്. അതായത് നമ്മുടെ ഗോഡസ് കന്യാകുമാരി നമ്മുടെ കൃഷ്ണൻ്റെ സിസ്റ്ററായിട്ട് വരും. അപ്പം അത് ഇവിടുത്തുകാർ വിശ്വസിച്ചിരുന്നത് തടസ്സങ്ങൾ മാറ്റാൻ, അതായത് മനസ്സിലെ തടസ്സങ്ങൾ മാറ്റാൻ പറ്റുന്നൊരു ദൈവമായിട്ട് സങ്കല്പിക്കുന്ന ഒരു കൂട്ടരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ 1656 നമ്മുടെ പോർച്ചുഗീസിൻ്റെ അധികാര പരിധിയായിരുന്ന ഈ സ്ഥലം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ പിടിച്ചടക്കുകയായിരുന്നു. എന്നിട്ട് ഇതിന് കേപ്പ് പോമറിൻ എന്നൊരു പേരാണ് ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് ഇവിടെ ഇതിന് പേരായിരുന്നത്. അത് 2016 ഈ ടൗണും ഡിസ്ട്രിക്റ്റും കന്യാകുമാരിയിലേക്ക് റീനെയിം ചെയ്ത ഈ സ്ഥലത്തിൻ്റെ പേര് അതിനുശേഷം കന്യാകുമാരി എന്നായിരുന്നു. എന്നാൽ ഒഫീഷ്യലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് മദ്രാസ് ഇതിനെ റീനെയിം ചെയ്തത് 2016. ഞാനാണ് ബാക്കിൽ കൊടി പിടിച്ചിരിക്കുന്നത്. വണ്ടി ഓടിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്രോയാണ്, ചെകുത്താൻ ബ്രോ, ജോയ് ബ്രോ. അപ്പം ഇവിടെ ഏകദേശം 19,736 പോപ്പുലേഷൻ ഉണ്ട്. അതിൽ 9,884 ആണുങ്ങളും 9,855 പെണ്ണുങ്ങളുമാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വല് നമ്മുടെ റമീസിൻ്റെ മോളാണ്. അപ്പം പുള്ളിക്കാരി പാട്ടിട്ട് കൊടുത്താൽ ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ ക്രൗഡ് ഉള്ളതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി കുറച്ച് കൺഫ്യൂസ്ഡാണ്, കളിക്കുന്നില്ല. നമ്മുടെ ഇല്ലുമിനാറ്റി സോങ് ഇട്ട് കൊടുത്തേക്കാണ്, പക്ഷേ അത് പിന്നെ കോപ്പിറൈറ്റ് അടിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൗണ്ട് ഇടാത്തത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നമ്മളവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പം അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇനി വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ബീച്ച് സൈഡ്. അവിടെ കുറച്ച് തണലുണ്ടാവുമെന്ന് പറയും. നമ്മൾ വന്ന സമയം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ഭയങ്കര കൺഫ്യൂസ്ഡാണ്, കളിക്കണോ വേണ്ടേ. ആളുള്ളതുകൊണ്ടായിരിക്കും, പൊതുവെ അങ്ങനെയാണല്ലോ. ആളുകളുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പാട്ട് പാടുന്നവരായിരിക്കും. ആളുണ്ടെങ്കിൽ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരു സദസ്സിൽ പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ പാടില്ല. ഞാനാണ് ഇതാ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഈ സൈഡിൽ കൂടെ തന്നെ വേറൊരു ബീച്ചുണ്ട്. ഇത് കന്യാകുമാരി സൈഡ് തന്നെയാണ്, തൊട്ടിപ്പുറം ആ സൺസെറ്റ് വ്യൂ പോയിൻറ്റിൻ്റെ ആ സൈഡ് തന്നെ. ഈ സൈഡിൽ കൂടെ പോയാൽ വേറൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ തണലുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടില്ലേ വെയിലാണ്, അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഇങ്ങോട്ട് വന്ന ഒരു കോൺവേ ഞാൻ ഓവറിലായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് അന്നത്തെ കോൺവോ. അത്യാവശ്യം നല്ല വണ്ടികളുണ്ടായിരുന്നു, ഒരു ഏകദേശം 50 വണ്ടികളുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കന്യാകുമാരിക്ക് പോയത്. അത്യാവശ്യം വലിയൊരു സ്ട്രെങ്ത് തന്നെയാണ് നമ്മുടെ ഫാമിലി. ഓൾ കേരളയാണ് ഉള്ളത്. അതിൽ കൂടുതൽ പേരും നമ്മൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആയതുകൊണ്ട് ട്രിവാൻഡ്രത്താണ് കൂടുതൽ കമ്പനി ഉള്ളത്.
ഇതാണ് അന്നത്തെ ഗ്രൂപ്പ് ഫോട്ടോ. നമ്മുടെ ആ സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്ന് എടുത്തതാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാം കടലും സൺറൈസ് വ്യൂ പോയിന്റും താഴെ മറ്റേ കസേരയൊക്കെ ഇട്ട സ്ഥലം ഉണ്ടല്ലോ, അത് അവിടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ ചോത്ത വിളൈ ബീച്ച് ആ സൈഡിലോട്ടാണ് പോകുന്നത്. നമുക്ക് തൊട്ടപ്പുറത്തൊരു ഫിഷിംഗ് ഹാർബറൊക്കെ ഉണ്ട്, അതൊക്കെ പോണ വഴിക്ക് തന്നെയാണ്. ഇവിടെയൊക്കെ നല്ല ഇൻ്റർലോക്ക് ഇട്ടൊക്കെ ഞാൻ ഇതൊക്കെയാണെങ്കിൽ ഒരു 19 പ്രാവശ്യം കന്യാകുമാരി വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്ന് എപ്പോൾ ടൂർ വെച്ചാലും കന്യാകുമാരിയിലാണ് വയ്ക്കാറുള്ളത്. അങ്ങനെ കൊച്ചിയിലെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം കന്യാകുമാരി വന്നിട്ടുണ്ട്. പക്ഷേ ബൈക്കിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ചെയ്യാൻ വരണമെന്ന് തോന്നുമെങ്കിലും പിന്നെ അങ്ങ് മടിക്കും. അപ്പം ഈ ലൊക്കേഷനൊക്കെ ബൈക്കിൽ വന്നുകൊണ്ടാണ് കാണാൻ സാധിച്ചത്. അത്രയും നല്ല അടിപൊളി ലൊക്കേഷനും നല്ല റൂട്ടൊക്കെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്രയും നല്ലൊരു ബീച്ച് സൈഡ് റോഡ് ഞാൻ കണ്ടിട്ടേ ഇല്ല നമ്മുടെ കേരളത്തിലൊന്നും. ഉണ്ടായിരിക്കും, എന്തോ നിങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ അത്രയും നല്ല അടിപൊളി റൂട്ടാണ്. നിങ്ങൾക്ക് കാണാം സൈഡിൽ കടൽ, ഇത് ഇൻ്റർലോക്ക് ഇട്ട പാത. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് വീണ്ടും യോജിക്കുന്ന വിഷ്വൽസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തമിഴ്നാട്ടിൽ എങ്ങോട്ട് പോയാലും നല്ല വിഷ്വൽസാണ്, നല്ല വിഷ്വൽസ്. അയ്യോ ഒന്നും പറയാനില്ല. ഭയങ്കര എന്തോ ഒരു വശ്യ ഭംഗി എന്നൊക്കെ പറയില്ല, അത്രയും നല്ലതാണ്. ആടുകളൊക്കെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു കടലപ്പുറത്ത്. എന്തോ പറയണമെന്ന് അറിഞ്ഞൂടാ, അത്രയ്ക്കൊരു മിസ്റ്റിക് ബ്യൂട്ടി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയാണ്. നമ്മളിതാ ഏതോ മറ്റേ ബീച്ച് സൈഡിലെ ഇടവഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, തെരുവ് വീതികളിൽ കൂടെ. അങ്ങനെ പോയി നമ്മളിപ്പം മെയിൻ റോഡിൽ ഇറങ്ങും എന്ന് തോന്നുന്നു. അതെ, മെയിൻ റോഡിലോട്ട് ഇറങ്ങിയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡെസ്റ്റിനേഷൻ അങ്ങോട്ടാണ്. അപ്പം ഇതൊക്കെയാണെങ്കിലും കന്യാകുമാരി നമ്മൾ വന്ന സമയം രാവിലെ 10 മണിയായതുകൊണ്ട് അവിടെ ഒന്നും കയറാനോ കാണാനോ ഒന്നും പറ്റിയില്ല. അതാണ് നമ്മൾ തണലുള്ള സ്ഥലവും നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ആകുമ്പോൾ അറിയാമല്ലോ ഭയങ്കര ചൂടാവും. അപ്പം തിരുവള്ളൂർ സ്റ്റാച്ചു ഒന്നും നമ്മൾ അങ്ങോട്ട് ആ സൈഡിലോട്ടൊന്നും പോയില്ല. നിങ്ങൾക്കിപ്പോൾ കാണാനല്ലോ പ്രകൃതി ഭംഗിയാണ്. ആ ബീച്ച് സൈഡിൽ നിന്ന് മാറി ഇപ്പം കുറച്ച് ഇങ്ങോട്ട് മാറി തെങ്ങും തോപ്പുമൊക്കെ അങ്ങനെയുള്ളൊരു സ്ഥലത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് ഇപ്പോൾ എത്തും. അപ്പം ഇപ്പം നിങ്ങൾ കാണുന്ന വിഷ്വൽ ഞാൻ പറഞ്ഞ ആ ഒരു ബീച്ച് സൈഡാണ്. കൊള്ളാം, നല്ല അത്യാവശ്യം ഭംഗിയുള്ള ബീച്ചാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം മരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തണലുള്ള ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ അവരൊരു ഷെഡ് പോലെയൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ബീച്ചുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടോ എനിക്കറിയത്തില്ല. ഞാൻ കണ്ട ബീച്ചുകളിൽ ഇനി ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ബീച്ചുകൾ ഇങ്ങനെയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. എല്ലാവരും ബീച്ച് സൈഡിലോട്ട് കേരളത്തിൽ എനിക്കറിയാമെന്നുള്ളത് വൈകുന്നേരങ്ങളിലാണ് പോണത്. പക്ഷേ ഏത് സമയവും പോകാൻ പറ്റുന്ന രീതിക്ക് ഉള്ള സ്ഥലങ്ങൾ, എൻജോയ് ഉള്ള സ്ഥലങ്ങൾ, കഫേകൾ, ഐസ്ക്രീം പാർലറുകൾ, അതുപോലെ അങ്ങനത്തെ രീതിക്ക്. പിന്നെ പണ്ട് ശംഖുമുഖൻ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷെ എന്നാലും കുറവാണ്. നമുക്ക് ടൂറിസം രംഗം നമ്മൾ ഓരോട് മാറാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയും. നമ്മുടെ സന്തോഷ് സാർ പറയും പോലെ ഒരുപാട് ഇന്നോവേഷനൊക്കെ വരണം. സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ ഇന്ന് ഏത് നിലയ്ക്ക് വന്ന് നിൽക്കുന്നു ഇപ്പം ഡിഫൻസിൻ്റെയും എക്കോണമിയുടെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരാൾ വിചാരിച്ചാൽ. ഇപ്പോൾ ഉള്ള ഇത്രയും വിഷനുള്ള ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയത്തിലും വലിയ സ്ഥാനത്തുമൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഉന്നത സ്ഥാനങ്ങളിലുണ്ട്. അപ്പം അവർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഓരോടും അതായത് കന്യാകുമാരി വന്നിട്ട് കന്യാകുമാരി കാണാതെ ഈ ബീച്ച് ചോത്താവിള ബീച്ച് കണ്ട് ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ അവിടെ നിന്നപ്പോൾ തോന്നാത്തതും പക്ഷേ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയതുമായൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. അതായത് ഈ ചോത്താവിള ബീച്ച് എന്ന് പറയുന്നത് കന്യാകുമാരി സൈഡിലെ ഏറ്റവും വലിയ ബീച്ചാണ്. ഏകദേശം 4 കിലോമീറ്റർ നീളമുണ്ട്. അതായത് തമിഴ്നാട്ടിലെ തന്നെ ലോങ്ങസ്റ്റ് ബീച്ചാണ്. പക്ഷേ അതുപോലെ തന്നെ അവിടുത്തെ തിരമാലകൾ ഭയങ്കര അപകടവും റിസ്ക്കുമാണെന്നും ഞാൻ കണ്ടു. അതായത് കുളിക്കാൻ അതിനൊന്നും പറ്റൂല എന്നാണ് ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അതെന്തുകൊണ്ടാണ് അറിഞ്ഞുകൂടാ, പക്ഷേ സത്യമായിരിക്കും. അപ്പം നിങ്ങളത് സൂക്ഷിച്ച് കണ്ടുമൊക്കെ ഇറങ്ങുക. പിന്നെ അതുപോലെ 2004 സുനാമിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്ന സ്ഥലവും, അതായത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത സ്ഥലവും ഈ സൈഡാണ്. ഈ ഡിസ്ട്രിക്റ്റിലെ തന്നെ ഈ സൈഡാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത്. അങ്ങനെയും ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടു. പിന്നെ കന്യാകുമാരിയിൽ നിന്ന് പോകുമ്പം നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ അല്ലാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് പറയാതെ പോകാൻ പറ്റൂല. അതായത് നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ പിടിച്ചൊലച്ച ഒരു സംഭവം. അതായത് 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിച്ചിട്ട് കിടന്ന് ഒരു ജനത പിറ്റേന്നില്ലാതെയായ ഒരു
സംഭവം അതറിയായിരിക്കും നിങ്ങൾക്ക്. 2004 ഇന്ത്യൻ ഓഷനിലെ ഭൂചലനത്തിലുണ്ടായ ഒരു സുനാമി. അതായത് ഡിസംബർ 26, 2004, സമയം ഏകദേശം 7:58. നമ്മുടെ വെസ്റ്റ് സൈഡ് സുമാത്രയിലെ, അതായത് ഇന്തോനേഷ്യയിലെ നോർത്തേൺ സുമാത്രയിൽ ഒരു 9.2-നും 9.3-നും ഇടയ്ക്ക് മാഗ്നിറ്റ്യൂഡുള്ള ഒരു മെഗാ ത്രസ്റ്റ് ഉള്ള ഒരു എർത്തുകേക്ക്, അതായത് ഭൂചലനം കടലിനടിയിൽ ഉണ്ടാവുകയാണ്. അത് നമ്മുടെ ബർമ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ആ ഒരു അത്രയും ത്രസ്റ്റിലുണ്ടായതുകൊണ്ട് അങ്ങനെ ഏകദേശം 100 അടി വരെ ഉയരത്തിൽ രാക്ഷസ തിരമാലകൾ, മാസീവ് സുനാമി എന്നാണ്. അതായത് രാക്ഷസ തിരമാലകൾ 100 അടി ഉയരത്തിൽ, തെങ്ങിനേക്കാൾ ഉയരത്തിൽ ഉയർന്നു. അത് ബോക്സിംഗ് ഡേ സുനാമി എന്നും അറിയപ്പെടുന്നുണ്ട്, ഏഷ്യൻ സുനാമി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം അത് ഏകദേശം 2,27,898 പീപ്പിൾ, അതായത് ആളുകളെ നശിപ്പിച്ചു, മരിച്ചു. ഏകദേശം 14 രാജ്യത്തുള്ളവരാണ് ഇതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടിയത്. അത് ഏറ്റവും വലിയൊരു, അതായത് ഡെഡ്ലിയസ്റ്റ് നാച്ചുറൽ ഡിസാസ്റ്ററാണ് ഹിസ്റ്ററിയിൽ റെക്കോർഡ് ചെയ്ത, ഏറ്റവും മരണം സംഭവിച്ചിട്ടുള്ള ഒരു സുനാമി ഇവിടെ ആയിരുന്നു അത്. നമുക്ക് ഒരിക്കലും അത് നമ്മുടെ കേരള സൈഡിലും അതിൻ്റെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ശ്രീലങ്ക, ഇന്തോനേഷ്യ, തായ്ലൻഡ് റീജിയനിലാണ്. ഇത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ഡിസാസ്റ്ററും ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ഒരു ഭൂചലന സുനാമിയും കൂടെയാണ് ഇത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ആദ്യത്തേത് ഏതെന്ന്. ആദ്യത്തേത് 1958 ലിത്വാ ബേയിൽ അലാസ്കയിൽ നടന്ന ഒരു സുനാമിയാണ്. അത് പക്ഷേ 7.8 മാഗ്നിറ്റ്യൂഡേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് 1730 അടി ഉയരത്തിൽ തിരമാലകൾ പൊങ്ങി. അതായത് നമ്മളിവിടെ 100 അടിയേ പൊങ്ങിയുള്ളൂ, അവിടെ കൂടുതൽ പൊങ്ങി. പക്ഷെ അവിടെ 3 മരണേ സംഭവിച്ചുള്ളൂ. അത്ര സ്ഥലം ഇല്ലായിരുന്നു, തിരക്കുള്ള സ്ഥലം അല്ലാത്തതുകൊണ്ട് 3 മരണേ സംഭവിച്ചുള്ളൂ. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും വലിയ സുനാമി അതാണ്. ഏകദേശം 1730 അടി ഉയരത്തിലാണ് അതും, അതായത് 535 മീറ്റർ ഉയരത്തിലാണ് സുനാമി ഉയർന്നത്. അത് നമ്മുടെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനേക്കാളും വലുതാണ്. എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഈ ഭൂചലനം ഉണ്ടായപ്പോൾ ഏകദേശം 90 മില്യൺ ടണ്ണ് പാറകൾ ലിത്വാ ബേയിൽ മണ്ണിടിച്ചിൽ പോലെ ഉണ്ടായി സംഭവം. അതുകൊണ്ടായിരിക്കും ഇവിടെ ഉണ്ടായതിനേക്കാളും, അതായത് നമ്മുടെ ഏഷ്യയിൽ ഉണ്ടായതിനേക്കാളും, ഏഷ്യയിലാണ് മാഗ്നിറ്റ്യൂഡ് കൂടുതൽ, പക്ഷേ ഏറ്റവും വലിയ സുനാമി ഉണ്ടായത് അവിടെയാണ്, അലാസ്കയിൽ. അതായത് നമ്മുടെ അമേരിക്കയുടെ അപ്പുറത്തുള്ള രാജ്യം, അവിടെയാണ് ഏറ്റവും വലിയ സുനാമി ഉണ്ടായത്. അപ്പം അങ്ങനെ അതും പറഞ്ഞ് തീർന്നു. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും signing off from this channel. Kiss me, don't less, take care, bye.